എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2025 ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ചാരവശാലുള്ള ഫലങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമായും നമ്മൾ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾക്കുണ്ടാകുന്ന രാശിമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ നക്ഷത്രക്കാരുടെയും ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ തുലാക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാനത്തെ 2 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പൊതുവെ അത്ര ഗുണകരമല്ലാത്ത ഒരു വർഷത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി അത്ര നല്ല ഗുണാനുഭവങ്ങളല്ല. കാരണം വ്യാഴത്തിൻ്റെ അഷ്ടമത്തിലെ സ്ഥിതി മൂലം തുലാക്കൂറിൽപ്പെട്ട പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജോലി സ്ഥലത്തൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ടെന്ന് അറിയാവുന്നതാണ്. അതിന് കാരണം വ്യാഴത്തിൻ്റെ അഷ്ടമശനി മാത്രമല്ല, ശനിയുടെ 5ലെ സ്ഥിതിയും പല മാനസിക സംഘർഷങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട്. അത് കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങൾക്കിടയിലും ഒക്കെയുള്ള പല പ്രതിസന്ധികളും അകൽച്ചകളും ഒക്കെ ദൈവാധീനക്കുറവ് മൂലമൊക്കെ വന്നു ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വിദേശ ജോലികളിലൊക്കെ ഏർപ്പെട്ടിരുന്നവർക്കും വിദേശത്ത് ഉയർന്ന പഠനാർത്ഥം പോയിട്ടുള്ളവർക്കുമൊക്കെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കർമ്മമേഖലയിൽ ആഗ്രഹിച്ചിരുന്ന ട്രാൻസ്ഫറുകൾ, പ്രമോഷനുകൾ ഇവയൊക്കെ ലഭിക്കാതെ വരികയും അതുമൂലമുള്ള മാനസികമായ വ്യഥകളും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ട് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. നേരെ മറിച്ച് 2025 മാർച്ച് മാസം ഉണ്ടാകുന്ന ശനിയുടെ മാറ്റം വളരെ അനുകൂലമായ ഒരു സ്ഥിതിയിലേക്ക് തുലാക്കൂറുകാരെ കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കും. കൂടാതെ മെയ് മാസത്തോടു കൂടി വ്യാഴമാറ്റവും വളരെ അനുകൂലമാകയാൽ 2025 വർഷം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിരിക്കും. കർമ്മമേഖലയിൽ വളരെയേറെ പുരോഗതി ഉണ്ടാകുന്നൊരു വർഷമായിരിക്കും. ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അനുകൂലമായ പ്രമോഷനുകൾ, ട്രാൻസ്ഫറുകൾ എന്നിവയൊക്കെ ലഭിക്കുന്നൊരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനാർത്ഥം വിദേശവാസത്തിനും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നൊരു വർഷമാണ്. അതുപോലെ തന്നെ PSC, UPSC എക്സാമിനേഷനൊക്കെ എഴുതി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ റിസൾട്ടുകൾ ലഭിക്കുന്നതായിരിക്കും. സർക്കാർ സർവീസുകളിലോ അർദ്ധ സർക്കാർ സർവീസുകളിലോ ജോലി ലഭിക്കുന്നതോടൊപ്പം തന്നെ ഉയർന്ന കമ്പനികളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും. കലാകാരന്മാർ, കർഷകർ, കരാറുകാർ, ടെക്നോളജിസ്റ്റുകൾ, അധ്യാപകർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരുന്ന പലവിധ പ്രതിസന്ധികളും മാറി ഏറ്റവും അനുകൂലമായ ഒരു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. 2025 വർഷം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്ന ഒരു വർഷമാണ് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. കലാകാരന്മാർക്കൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധികൾ മാറി വളരെ അനുകൂലമായ ഒരു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ കർഷകർക്കൊക്കെ അവരുടെ വിളകൾക്കും ഒക്കെ ന്യായമായ വിലകൾ ലഭിക്കുന്നതും കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ മാറി അനുകൂലമായ ഒരു സ്ഥിതിയിലേക്ക് മാറുന്നതുമായിരിക്കും.
വിദ്യാർത്ഥികൾക്ക് ഉയർന്ന റിസൾട്ടുകൾ ലഭിക്കുന്നതും അതുവഴി ഉപരിപഠനത്തിനുള്ള സാധ്യതകൾ തെളിയുന്നതുമായിരിക്കും. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികൾക്ക് കാര്യമായ മാറ്റം ഉണ്ടാകുന്നത് മൂലം തുലാക്കൂറുകാർക്ക് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും 2025 സാധ്യമാകുന്നതായിരിക്കും. അതായത് വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ വാഹന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാർക്ക് അനുകൂലമായ സന്ദർഭമാണ്. ടെക്സ്റ്റൈൽ ബിസിനസ്സുകാർക്ക് അനുകൂലമായ സന്ദർഭമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 2025 വർഷം ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നതാണ്. പൊതുവെ നോക്കുമ്പോൾ എല്ലാ കർമ്മ മേഖലയിൽപ്പെട്ടവർക്കും തുലാക്കൂറിൽപ്പെട്ടവർക്ക് 2025 വർഷം ഏറ്റവും അനുകൂലമാണ്. എങ്കിലും ശനിപ്രീതികരമായ കർമ്മങ്ങളും ഒപ്പം വ്യാഴപ്രീതികരമായ കർമ്മങ്ങളും അനുസരിച്ച് പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശനീശ്വരനെ പ്രീതിപ്പെടുത്തി പോകുവാൻ വേണ്ടി ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക. ശബരിമല പോകാൻ കഴിയുന്നവർക്ക് അതിന് ഉള്ള അവസരങ്ങളുണ്ട്. ശബരിമല പോവുക, ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്താൽ ശനീശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും. ഒപ്പം ശനീശ്വര മന്ത്രങ്ങളൊക്കെ ജപിച്ച് മുമ്പോട്ട് പോവുക. കൂടാതെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തുക. നക്ഷത്രങ്ങളിൽ 100 പാലും വഴിപാടുകളൊക്കെ നടത്തുന്നതൊക്കെ ദൈവാധീനം വരുത്തി മുമ്പോട്ട് പോകുന്നതിന് കാരണമായി തീരുന്നതായിരിക്കും. കൂടാതെ ഓരോ മതവിശ്വാസങ്ങളിലും പെട്ടവർ അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ 2025 വർഷം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഏറ്റവും അനുകൂലമായ വർഷം തന്നെ ആയിരിക്കും. അപ്പം ഗ്രഹനില കൂടി പരിശോധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ സ്ഥിതി, നിലവിലുള്ള അവസ്ഥ, അതായത് ഇപ്പോൾ നിലവിൽ ഏത് ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി ആ ദശാകാലത്തിന് അധിഷ്ഠിതമായ കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോവുക. ഇതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ തീർച്ചയായും 2025 വർഷം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു വർഷമായി തീരുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാം മാറുന്നതായിരിക്കും. എല്ലാ മേഖലയിലും, കർമ്മ മേഖലയിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സൗഹൃദങ്ങൾക്കിടയിലായാലും ഒക്കെ അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2025. 2025 തുലാക്കൂറുകാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം അത് പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്ത് മുമ്പോട്ട് പോവുക. ചാനൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.